പഹൽഗാം ഭീകരാക്രമണം നടത്തി ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവാണ് പാകിസ്ഥാൻ തീർത്തത്. നിരപരാധികളായ 26 മനുഷ്യരുടെ ജീവനാണ് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ പാകിസ്ഥാന്റെ ചെകുത്താന്മാർ കവർന്നെടുത്തത്. അന്ന് മോദിയോട് പോയി പറയൂ എന്ന് ആക്രോശിച്ച തീവ്രവാദികളുടെ വാക്കുകേട്ട് മുഴുവൻ കുറ്റത്തിനും കാരണം മോദിയുടെ നിലപാടുകളെന്നും തണുപ്പൻ നയം എന്നുമൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. ഇനി ഒരിക്കലും ഇന്ത്യയുടെ ഭരണം സ്വപ്നത്തിൽ പോലും മോഹിക്കാൻ കഴിയാത്ത കോൺഗ്രസുകാരെ സംബന്ധിച്ച് എന്താരോപണവും ഭരണപക്ഷത്തിന് നേരെ ഉന്നയിക്കാം. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏതു മലയും തകർക്കുമെന്ന് ഇനി പറഞ്ഞാൽ മതിയല്ലോ, ചെയ്തു കാണിക്കേണ്ട കാര്യം വരുന്നില്ല. അതിനു പിന്നാലെ മോദി പഹൽഗാം ഭീകരാക്രമണം രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ള ശക്തമായ ആരോപണങ്ങളാണ് പിന്നീട് കോൺഗ്രസ് നേതൃത്വം കാത്തുവെച്ചത്. എന്നാൽ ആ ആരോപണങ്ങൾ ഉയരുമ്പോൾ മുഴുവൻ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങളും ധൈര്യവും പകർന്നു കൊടുക്കുന്ന തിരക്കിലായിരുന്നു മോദി എന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരൊറ്റ രാത്രി കൊണ്ട്, അതും ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച പ്രതിപക്ഷം പോലും ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഇന്ത്യൻ സേന തിരിച്ചടിച്ചപ്പോഴാണ് ഞെട്ടലോടെ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞത്. അത്രയും രഹസ്യ സ്വഭാവത്തോടെ, അത്രയും ആസൂത്രണത്തോടെ അത് നടപ്പിലാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞുവെങ്കിലും ഇന്ത്യ മോദിയുടെ കീഴിൽ ഇതിനോടകം സ്വായത്തമാക്കിയ സൈനിക ബലം എത്ര വലുതാണ് എന്ന് വിളിച്ചറിയിക്കുന്നതായിരുന്നു അത്. എന്നാൽ എന്തിലും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർക്ക് കുറ്റം മാത്രമേ കാണാൻ കഴിയൂ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിനെയും കൊണ്ടെത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ, സിന്ധു നദീജല കരാറിന്റെ മരവിപ്പിക്കൽ, ആകാശപാതയും സമുദ്രപാതയും ഉൾപ്പെടെ അടച്ചുപൂട്ടിക്കൊടുത്ത സമ്മർദ്ദം ഒക്കെ ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ പെട്ടെന്ന് തീർന്നുപോയി എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പിന്നീടുള്ള പരാതി. പൂരത്തിന്റെ വെടിക്കെട്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതിരുന്ന പ്രതിപക്ഷത്തിന് അങ്ങ് പണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ യുദ്ധം ഇങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾ കോൺഗ്രസുകാർ ഉദ്ദേശിച്ച യുദ്ധം ഇങ്ങനെ അല്ല എന്നൊക്കെയുള്ള മുട്ടാമ്പോക്ക് ന്യായങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നതുപോലെ ട്രംപ് വെടിനിർത്തലിന്റെ അവകാശവാദവും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നത്. അതോടെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസുകാർ മോദി ട്രംപിന്റെ അടിമയാണ് എന്ന് പോലും പറഞ്ഞു പരത്തി. അമേരിക്കയുടെ മണ്ണിൽ പോലും ചെന്ന് നിന്ന് ഇതൊക്കെ വെറും പൊള്ളയായ കാര്യമാണ് എന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യം മോദി കാണിച്ചു. അതൊന്നും കൊണ്ട് തീർന്നില്ല. ട്രംപിനെതിരെ വലിയ കുറ്റാരോപണങ്ങൾ നടത്തിയിരുന്ന നേതാക്കന്മാർക്ക് ഒക്കെ അതോടെ ട്രംപ് വലിയ ഹരിചന്ദ്രനായി. ട്രംപ് ഒരിക്കലും കള്ളം പറയില്ല എന്നതുപോലെയായിരുന്നു പിന്നീട് പുതിയ വാദങ്ങളൊക്കെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം ചർച്ച ചെയ്യാൻ സഭയിൽ സമയം ചോദിച്ച പ്രതിപക്ഷത്തിന് അതും കൊടുത്തു മോദി. എന്നാൽ അവിടെയും മോദിയുടെ നയങ്ങളെ കടിച്ചുകുടയാൻ ചെന്ന പ്രതിപക്ഷത്തിന്റെ വായ പൂട്ടിച്ച് കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് അമിത്ഷാ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസംഗം ആവർത്തിച്ച് തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നു. രാജ്യത്തെ സ്വന്തം മന്ത്രിമാരെ വിശ്വാസമില്ലാത്തവരാണ് പ്രതിപക്ഷമെന്ന് അദ്ദേഹം ലോക്സഭയിൽ കുറ്റപ്പെടുത്തി. 2 തവണയാണ് മന്ത്രി ജയശങ്കറിന്റെ പ്രസംഗത്തിനിടെ അമിത്ഷാ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നത്. സ്വന്തം മന്ത്രിമാരെയല്ല വിദേശ ശക്തികൾ പറയുന്നതാണ് പ്രതിപക്ഷത്തിന് വിശ്വാസമെന്നും അവരുടെ പാർട്ടിയിൽ വിദേശ ശക്തികൾക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് തനിക്ക് അറിയാമെന്നും പറഞ്ഞ അമിത്ഷാ, എന്നാൽ അതെല്ലാം ഇവിടെ പാർലമെന്റിൽ അടിച്ചേൽപ്പിക്കണമെന്ന് അതിനർത്ഥമില്ല, അതുകൊണ്ട് കൂടിയാണ് അവർ പ്രതിപക്ഷത്ത് ഇരിക്കുന്നതെന്നും അടുത്ത 20 വർഷവും അവർ പ്രതിപക്ഷത്ത് തന്നെ തുടരുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞതിനു ശേഷം വീണ്ടും പ്രതിപക്ഷം ജയശങ്കറിന്റെ പ്രസംഗത്തിനിടെ പ്രതിഷേധമുയർത്തി. ഇതോടെ അമിത്ഷാ പൊട്ടിത്തെറിച്ചു. കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോൾ ക്ഷമയോടെ തങ്ങൾ കേട്ടു എന്നും അവർ എന്തൊക്കെ നുണകളാണ് പറഞ്ഞതെന്ന് നാളെ അക്കമിട്ട് പറയാമെന്നും ഇപ്പോൾ അവർക്ക് സത്യം പറയുന്നത് കൈകാര്യം ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എന്നും പറഞ്ഞ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു വിഷയത്തിൽ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രതിപക്ഷം ഇടപെടുന്നത് ശരിയായ കാര്യമാണോ എന്ന ചോദ്യവും, ഇപ്പോൾ സ്പീക്കർ ഇടപെട്ട് അവരെ അടക്കിയില്ല എങ്കിൽ തങ്ങളുടെ അംഗങ്ങളെ പിന്നീട് അടക്കാൻ സാധിച്ചെന്ന് വരില്ല എന്നും തറപ്പിച്ചു പറഞ്ഞു. അതിനൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം കാരണമായെന്ന വാദത്തെ തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രംഗത്തു വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഏപ്രിൽ 22 മുതൽ ജൂൺ 17 വരെ യാതൊരു ആശയവിനിമയം നടന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായാലും പ്രതിപക്ഷത്തിന്റെ വായ അമിത്ഷാ അടപ്പിച്ചു എന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച